ബാറുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിച്ചതിന് പിന്നിൽ തിരഞ്ഞെടുപ്പ് കാലത്തെ ഡീൽ ആണോ എന്ന ചോദ്യവുമായി KCBC അടക്കം മധ്യവിരുദ്ധ സമിതി രംഗത്ത് വരികയാണ്. യുവതലമുറ ബാറിൽ തന്നെ കിടന്നുറങ്ങണമെന്നാണോ സർക്കാർ ആഗ്രഹിക്കുന്നത് എന്ന് ഓർത്തഡോക്സ് സഭയും ചോദിച്ചു. എല്ലാ ടൂറിസത്തിന് വേണ്ടി എന്ന പതിവ് മറുപടിയാണ് LDF കൺവീനർ നൽകിയത്. അല്പസമയം മുമ്പ് എക്സൈസ് മന്ത്രിയുടെ വാർത്താ സമ്മേളനം നമ്മൾ കേട്ടതാണ്. ആ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞത് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ആണ് ഈ തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നാണ്. ഒരു തരത്തിലെ ദുരൂഹതയും ഇല്ല എന്നാണ് എക്സൈസ് മന്ത്രി MB രാജേഷ് ന്യായീകരിക്കുന്നത്. ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വിശകലനത്തിലേക്ക് നമ്മൾ ആദ്യം കിടക്കുകയാണ്. അതിനുശേഷം അതിഥികൾ ഉണ്ടാകും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് KCBC പ്രതിനിധി നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഒപ്പം ഇടത് സഹയാത്രികൻ ചേരും. ഫിലിപ്പോസ് പടിക്കൽ ഫോറം ഫോർ ബെറ്റർ സ്പിരിറ്റ് എന്ന സംഘടനയുടെ പ്രതിനിധി കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മാർഷൽ വി സെബാസ്റ്റ്യൻ നമ്മോടൊപ്പം ആദ്യം ചേരുകയാണ്. മാർഷലേട്ടാ, ഈ നയം വരുമ്പോൾ കാരണം കേരളത്തെ അങ്ങനെ കുടിപ്പിച്ച് കിടത്താനാണോ എന്നൊരു ചോദ്യം ബലപ്പെടുകയാണ്. കാരണം രാവിലത്തെ സമയത്തിൻ്റെ 1 മണിക്കൂർ പിന്നീട് 1 മണിക്കൂർ നീട്ടുമ്പോൾ ഇതിലൊരു തിടുക്കമുണ്ടായിട്ടുണ്ടോ? ആ തിടുക്കം അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടുണ്ടായി? മാത്രമല്ല സർക്കാർ പറയുന്ന ഈ ന്യായീകരണങ്ങൾക്ക് വസ്തുതയുണ്ടോ? സർക്കാരിൻ്റെ ഇത് ന്യായീകരണമായിട്ടല്ല. സർക്കാർ പറയുന്ന കാര്യങ്ങൾ ഒരു മദ്യനയത്തിൻ്റെ ഭാഗമായിട്ടുള്ള തീരുമാനങ്ങളാണ്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് 6 മാസം മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമായിരുന്നു. എന്നാൽ ഇപ്പോഴാണ് അതിൻ്റെ ഉത്തരവിറങ്ങിയത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് ഈ ഉത്തരവിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചോദ്യം പ്രധാനമായിട്ട് വരാം. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷവും എല്ലാം ഇതൊരു വിഷയമായി എടുക്കുന്നു. വർഷങ്ങളായിട്ട് ബജറ്റ് സമയങ്ങളിലെല്ലാം തന്നെ ടൂറിസം മേഖലയിൽ നിന്നുള്ളവർ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാലം മാറുന്നതനുസരിച്ചാണ്. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ നയമായിട്ട് ഇതിനെ കാണേണ്ടതില്ല. കാരണം LDFിൻ്റെ രാഷ്ട്രീയ നയമനുസരിച്ചിട്ട് അല്ലെങ്കിൽ CPMൻ്റെ രാഷ്ട്രീയ നയമനുസരിച്ചിട്ട് അത് മദ്യവർജനമാണ്, മദ്യനിരോധനമല്ല. UDF മദ്യനിരോധനമാണ് നടപ്പാക്കാൻ നോക്കിയത്. അതെ, മദ്യം വർജിക്കുക എന്നുള്ള നയം. മദ്യം വർജിക്കുന്ന നയമാണോ ഈ പറഞ്ഞ? അതെ, മദ്യം വർജിക്കുന്ന നയമത്തിന്റെ ഭാഗമായിട്ടാണ് ഇവർ നടത്തുന്നത്. ഇനി ഇപ്പോൾ രണ്ടാമത് ഇതിനെ വ്യവസായമായി കാണണം. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു നയം രൂപീകരിക്കാനേ പറ്റുള്ളൂ. പ്രായോഗികമായ നടപ്പാക്കൽ വരുന്നത് ഭരണകൂടമാണ്. ആ ഭരണകൂടത്തിന് മുമ്പിലേക്ക് വ്യവസായം എന്ന അടിസ്ഥാനത്തിൽ ഇത് വരുന്നുണ്ട്. ഇതിന്റെ കാരണം മദ്യം ഒരു വ്യവസായ മാർഗമായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യത്ത് മിക്ക സംസ്ഥാനങ്ങളിലും ഇത് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ കേരളത്തിന്റെ വരുമാന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വ്യവസായമാണ് മദ്യവ്യവസായം. ഞാനൊരു ചോദിക്കട്ടെ, ഈ 9 വർഷം ഉറങ്ങുകയായിരുന്നു. ഈ 9 വർഷം പൂർത്തിയാകുന്ന സമയത്ത് അല്ലെ 10-ാം വർഷത്തിലേക്ക് എത്തുകയാണ്. ഈ LDF സർക്കാർ അധികാരത്തിലേക്കുമ്പോൾ ഞാൻ ആദ്യം പ്ലേ ചെയ്ത വീഡിയോ KPC ലളിത അടക്കമുള്ള പ്രതികരണങ്ങൾ മാർഷലേട്ടൻ കേട്ടുകയാണ്. അപ്പോൾ അതിനുശേഷം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ നമുക്കൊരു വ്യവസ്ഥാപിതമായിട്ടുള്ള മദ്യനയവുമായി ബന്ധപ്പെട്ട ഓരോ തീരുമാനങ്ങളും മുൻപൊക്കെ എടുക്കുമ്പോൾ ഒരു ഇടതുമുന്നണി എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. ആ ഇടതുമുന്നണിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. ഇടതുമുന്നണിയിൽ ആ ഒരു ഫോറത്തിൽ എല്ലാവരെയും കാര്യങ്ങൾ ബോധിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഇതൊന്നുമില്ലാതെ ഒരു തിടുക്കത്തിൽ മന്ത്രിസഭയിൽ പോലും മന്ത്രിസഭയുടെ തീരുമാനം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ക്യാബിനറ്റ് തീരുമാനം ഉണ്ടോ ഇതിൽ? ഞാൻ ക്യാബിനറ്റ് തീരുമാനം ചോദിച്ചോട്ടെ. മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം വരേണ്ടത് മദ്യനയത്തിനാണ്. ആ മദ്യനയത്തിന് മന്ത്രിസഭയുടെ അംഗീകാരമുണ്ട്. അല്ല, ഞാൻ ഇതുവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില വാർത്തകൾ വന്നിട്ടുണ്ട്. പലരും തെറ്റിദ്ധാരണ പരത്തുന്ന ചില വാർത്തകൾ വന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപക്ഷെ കൈപ്പള്ളി ഈ ചോദ്യം ചോദിച്ചത്. ഇത് ഒക്ടോബർ മാസത്തിൽ തന്നെ നിലവിൽ വരിക അന്നത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തതിന് ശേഷമുള്ള തീരുമാനമാണ്. കാരണം അത് മദ്യനയം എന്നുള്ള രീതിയിലല്ല, മറിച്ച് MIC എന്ന് പറയും. അതായത് മീറ്റിങ്ങുകൾ നടക്കുന്നിടത്ത്, കോൺഫറൻസുകൾ നടക്കുന്ന സ്ഥലം, IT പാർക്കുകൾ, അവിടെയൊക്കെ 3 മണി വരെ നീട്ടുക എന്നുള്ളത് ആ ഒരു നയം സ്വീകരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഞാനിത് പറഞ്ഞു തീർന്നാലേ എന്റെ ഭാഗം എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇടയ്ക്ക് കയറി ചോദിച്ചാൽ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അവിടെ 11 മണി വരെയായിരുന്നു ബാർ നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നെങ്കിൽ അത് 12 മണിയാക്കാൻ തീരുമാനിക്കുന്നതിന്റെ പിന്നിലെ കാരണം ടൂറിസം വകുപ്പുകളിൽ നിന്നും ടൂറിസത്തിന്റെ ഭാഗമായുള്ള വ്യവസായികൾ തുടർച്ചയായിട്ട് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. അവരുടെ വ്യവസായ ആവശ്യമുണ്ടായിരുന്നു സാർ. 2014 ഇതേ ആവശ്യമുള്ള സമയത്താണ് ഈ പറയുന്ന രീതിയിൽ ഞങ്ങളുടെ ക്യാപ്ഷൻ ഇതാണെന്ന് പറഞ്ഞ് ഈ സർക്കാർ വന്നത്. അപ്പോൾ ആടിനെ പട്ടിയാക്കിയാണോ? ആടിനെ പട്ടിയാക്കുകയല്ല. ഒരു ഭരണകൂടം അതിന്റെ ഭരണം നടത്തുന്ന സമയത്ത് വ്യവസായ മേഖലയുടെ നോക്കണം. അതായത് ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ LDF പറയുന്നത് മുഴുവനായിട്ട് നടപ്പാക്കാൻ പറ്റൂല. അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ല. കാരണം ഇവർ മദ്യവർജനം പറയുന്നു. മദ്യവർജനം നടപ്പാക്കി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? UPയിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, ബീഹാറിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, ഗുജറാത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് നോക്കണം. നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള സംസ്ഥാനം കർണാടകത്തിലും തമിഴ്നാട്ടിലും എന്താണ് അവസ്ഥയെന്ന് നോക്കണം. ടൂറിസം മേഖലയുടെ വരുമാനം എത്രയാണ്? അത് 45,000 കോടി രൂപയാണ്.
മദ്യ വ്യവസായത്തിന്റെ വരുമാനം എത്രയാണ്? 14,000 കോടി രൂപയാണ് വർഷം. ഇതൊരു വ്യവസായ മാർഗമായിട്ടാണ് കാണുന്നത്. ലോജിക്കായിട്ടൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഈ 12 മണിക്ക് 12 മണി ബാർ തുറന്നു വെച്ചേക്കുക, ഇവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പ്രായോഗിക പ്രശ്നം, ഇതൊരു അക്രമങ്ങളടക്കം നടക്കുന്ന ഒരു സ്റ്റേറ്റ്. അങ്ങനെ ഒരു കണക്ക് നമ്മുടെ മുന്നിലില്ല. ഡേറ്റ കാണില്ലായിരിക്കും. ബാർ 12 മണി വരെ തുറന്നതുകൊണ്ട് അക്രമ സംഭവം ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. ഇല്ലാത്ത കാര്യം ന്യായമായിട്ട് ചിന്തിക്കും. എന്ത് ന്യായമാണ്? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇവിടെ നിയന്ത്രിതമായ പൊട്ടന്മാരാണെങ്കിൽ എനിക്കറിയില്ല. കാര്യം എന്നറിയോ, അവരവരുടെ വിശ്വാസങ്ങളോടല്ല പറയേണ്ടത് പോകരുതെന്ന്, മദ്യപിക്കരുതെന്ന്. അവർക്ക് അതിനുള്ള ശേഷിയില്ലേ? ഇവിടെ ആരെ നിർബന്ധിക്കുന്നു? കൈപ്പള്ളി ആരെയും നിർബന്ധിക്കോ? വന്ന് മദ്യപിച്ചിട്ട് പോകുന്ന സർക്കാർ പറയുന്നുണ്ടോ? ഇല്ല. സർക്കാരിന്റെ പ്രഖ്യാപിതമായ നയം എന്താണ്? നിങ്ങൾ മദ്യം വർജിക്കുമെന്നാണ്. അത് കേൾക്കാതെ വ്യവസായത്തിന് മുതലാളി അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ബിവറേജ് തുറന്നു ജീവനക്കാരൻ നിങ്ങൾ ഡിപ്ലോയ് സാധാരണക്കാരൻ മദ്യപിക്കാൻ വേണ്ടി വരികയാണ്. ഈ സാധാരണക്കാരൻ ദിവസക്കൂലിക്കാരനാണ്. ബാറിൽ പോകുന്നതും അല്ലെങ്കിൽ ബിവറേജിൽ നിന്ന് സാധനം എടുക്കുന്നതും കുപ്പി എടുക്കുന്നതും രണ്ടിൽ വലിയ അന്തരമുണ്ട്. ഈ സാധാരണക്കാരെ 9 മണിക്ക് ശേഷം നിങ്ങൾ ബാറിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അല്ല, തെറ്റ്. ഇതിനകത്ത് സാധാരണക്കാരൻ അവന്റെ വരുമാനം കുറവാണെങ്കിൽ അവൻ മദ്യപിക്കരുതെന്നാണ് എന്റെ ഉപദേശം. കാര്യം അവൻ സർക്കാരിന്റെ മദ്യവർജന നയത്തിന്റെ ഭാഗമായിട്ട് ചിന്തിക്കണം. കാര്യം ഇത് വ്യവസായികൾക്ക് വേണ്ടിയും ഉയർന്ന അതെ, സാധാരണക്കാരൻ മദ്യപിക്കേണ്ട. അവന് കിട്ടുന്ന തുക കൊണ്ട് അവൻ വീട്ടിൽ കുടുംബത്തിൽ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ വലിയ കാശ് കൊടുത്ത് മദ്യപിക്കാവോ? കഴിഞ്ഞ തവണ ഇപ്പോഴത്തെ ബജറ്റിൽ ബാറി പോകുന്ന മണിക്ക് ശേഷം സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ബിവറേജുകളിൽ നിന്ന് കിട്ടുന്ന മദ്യത്തിന്റെ വിലയല്ല ബാറിൽ. ഇപ്പൊ കൈപ്പള്ളി ബാറിൽ പോകാത്തോണ്ട് അറിയാത്തതാണ്. ഞാൻ പറഞ്ഞുതരാം. ഈ ബാറിൽ കിട്ടുന്ന ബെഗിന്റെ റേറ്റ് കൂടുതലാണ്, ബിവറേജിൽ കിട്ടുന്നത് കുറവാണ്. അതുകൊണ്ട് 9 മണി വരെ അവർ തുറക്കുള്ളൂ. മദ്യ വ്യവസായമാണ് നടക്കുന്നത്. വല്ലപ്പോഴും കൈപ്പള്ളി ഒന്ന് ബാറിൽ പോയി നോക്കുക, അപ്പൊ അറിയാമല്ലോ സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിക്കുന്നത്. അവിടെ റേറ്റ് വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള റേറ്റ് കൂടിയുള്ള ബാറിലേക്ക് സാധാരണക്കാരൻ പോകരുതെന്നാണ് എന്റെ അഭിപ്രായം. അത് തന്നെയാണ് സർക്കാരും പറയുന്നത്. ഇതേ നയമാണ്. ഒരിക്കലും അങ്ങോട്ടുണ്ടോ അങ്ങോട്ടില്ല, ഇങ്ങോട്ടുണ്ടോ ഇങ്ങോട്ടില്ല. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു വാലും തലയും ലോകത്തെ കാണാത്ത രീതിയിൽ ഒരു മണിക്കൂർ നേരം ബാറിന്റെ സമയം കൂട്ടിപ്പോയെന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ളവരെല്ലാം കുടിയന്മാരായി പോകുന്ന കാശടിക്കാൻ വേണ്ടി ബാർ മുതലാളിമാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പാവപ്പെട്ടവർ സംശയിച്ചാൽ ഒരു കാരണവശാലും. അതായത് ബാർ മുതലാളിമാരിനകത്ത് ഇത് ഏകീകരിച്ച് കൊടുക്കുന്നതല്ലേ ബിസിനസ് ആയിട്ട് പോവുക. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നു, നമ്മൾ രണ്ടുപേരും ബാർ മുതലാളിമാര്, ഒരാൾ കൊടുക്കണം 35 ലക്ഷം, നിങ്ങൾ കൊടുക്കേണ്ട 30 ലക്ഷം. നിങ്ങളുടെ ബാർ ക്യാബിനറ്റിൽ കൊണ്ടുവന്നോ? LDF ചർച്ച ചെയ്തോ? ചർച്ച ചെയ്ത് ക്യാബിനറ്റിലും വന്നാണ്. LDF ചർച്ച ചെയ്താണ്. ആര് ഇതൊക്കെ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്? ഇങ്ങനെ അല്ലെന്ന് പ്രതികരണം ഇന്ന് വന്നോ? എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്റെ അഭിപ്രായം എനിക്ക് മനസ്സിലായ കാര്യം പറഞ്ഞു തരാം. ഇത് കൃത്യമായ വ്യവസായ നയത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ളതാണ്. അന്ന് ഈ പല ക്ലാസിഫൈ ചെയ്ത് വന്ന സമയത്ത് ചർച്ച നടത്തിയതാണ്. അങ്ങനെ ഇവിടുത്തെ വ്യവസായികൾ മുഴുവൻ, കേരളത്തിലെ ടൂറിസം മേഖലയിലുള്ള മുഴുവൻ വ്യവസായികളും, അതിനകത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ട്, എല്ലാവരും വളരെ കൃത്യമായിട്ട് അതിനൊന്നും ഇല്ലാത്ത നുണ പറഞ്ഞുകൊണ്ട് തർക്കിക്കാൻ വരരുത്. തീർച്ചയായും. അപ്പോൾ